എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് ഫുഡ് റെസിപ്പിയാണ്. 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ സോഫ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പോളം റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് തന്നെ എടുക്കുക. ഇതൊരു അരമണിക്കൂറോളം കുതിർത്തി എടുക്കണം നമുക്ക്. ഞാനിവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 കാഷ്യും ബദാമും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്സ് ഒന്നല്ലെങ്കിൽ കുതിർത്തി എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ദഹനം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ 1 കപ്പ് പാല്, 1 മുട്ട, 2 പഴം. പഴം ഞാനിവിടെ ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത്. റോബസ്റ്റയുടെ വലിയ പഴം ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം എടുത്താൽ മതിയാകും. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ടയും കുറച്ച് പാലും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ പാൻ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. നിങ്ങളുടെ കയ്യിൽ ഓട്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഗോതമ്പ് പൊടി വെച്ചാണെങ്കിലും ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് മൈദ ചേർക്കണ്ട. ഇതിലേക്ക് ഈ പഴം ഒന്ന് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് 1 നുള്ള് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഹെൽത്തി ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഈ പഴത്തിന് ചെറിയ നല്ല അതിൻ്റേതായ ഒരു മധുരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഷുഗർ ചേർക്കുന്നില്ല. ഈ ഓട്സ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം. ഇനി ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ബാലൻസ് പാല് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ലൂസും ആയി പോകരുതും, ഒത്തിരി തിക്കും ആകരുതും ബാറ്റർ. ഈ ഒരു കൺസിസ്റ്റൻസി വേണം, എങ്കിൽ നല്ല ആ ടെക്സ്ചറിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്കിപ്പോൾ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് നെയ്യൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് വേണ്ട, കുറച്ചൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികൾക്ക് എപ്പോഴും ഓട്സ് അല്ലെങ്കിൽ ഗോതമ്പ്, റാഗിയൊക്കെ കൊടുക്കുക. മൈദയുടെ ആഹാരമൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ കഴിച്ചോളും. ഓട്സൊക്കെ അല്ലാതെ കൊടുത്താൽ കുട്ടികൾ കഴിക്കാൻ വളരെ മടിയായിരിക്കും. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റിൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇത് ഒരു സൈഡ് ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ജസ്റ്റ് 2-3 ഡ്രോപ്പ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് ഒരു സൈഡ് കൂടെ മുരിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉൾഭാഗം വേകുകയില്ല, പുറം പെട്ടെന്ന് കരിഞ്ഞും പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഓട്സ് ഒക്കെ ആയതുകൊണ്ട് അതിന് അത്യാവശ്യം വേവുണ്ട്. നമ്മൾ കുതിർത്തിയെടുത്തതായതുകൊണ്ട് പെട്ടെന്ന് വെന്തൊക്കെ കിട്ടും. 2 സൈഡും ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 സൈഡും ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ബാലൻസ് ഉള്ളതുകൂടെ നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയുമാണ്. കുറച്ച് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കുറച്ച് പഞ്ചസാരയും തേങ്ങാപ്പാലും കൂടെ ഇട്ട് കൊടുക്കാവുന്നതുമാണ്. ബാലൻസ് ഉള്ളതുകൂടെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ചുട്ടെടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ കുട്ടികൾക്ക് കാണുമ്പോഴും ഒരു ഇഷ്ടം തോന്നും. ഇതെല്ലാം ഞാനിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹെൽത്തി ടേസ്റ്റിയും ആയിട്ടുള്ള പാൻ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇനി കമൻ്റായിട്ട് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.